പ്രവർത്തകൻ പുഷ്പേട്ടൻ, അതുപോലെപ്പെട്ട അധ്യക്ഷൻ ഇമ്പിച്ചു മോയ്ക്കായി, ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട നമ്മുടെ CK കാസിം സാഹിബ്, അതുപോലെ തന്നെ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ നല്ലവരായ ഫ്രഷ്കട്ടിൻ്റെ ഇരകളായ സുഹൃത്തുക്കളെ, നമുക്കറിയാം ഈ സമരം ഇന്ന് 34-ാം ദിവസത്തിൽ എടുക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം ഈ ഫ്രഷ്കട്ട് എന്ന ഈ നാറ്റ കമ്പനി കാരണം ഒരുപാട് ജനങ്ങൾ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയിട്ടും അധികാരികളോ അധികാരവർഗത്തിൻ്റെ ഒരു സഹായ സഹകരണം ഇല്ലാതെ നീങ്ങുമ്പോഴും ഈ വൈകിയ വേളകളിലും ഈ റമദാൻ മാസങ്ങളിൽ പോലും വീടുകളിൽ നിന്ന് മധുരപലഹാരങ്ങൾ ഉണ്ടാക്കേണ്ട പ്രിയപ്പെട്ട ഉമ്മമാർ ഇവിടെ വന്ന് ഈ സമരപന്തലിൽ ഇരിക്കുമ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളും കാരണകാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൈനടി റോഷൻ്റെ പറമ്പിൽ നിന്ന് കഴിഞ്ഞ 2 മാസത്തോളം ഞങ്ങൾ കാത്തിരുന്ന് അവിടെ വേസ്റ്റ് തട്ടുന്ന വാഹനം കണ്ടുപിടിച്ച് ഒരു ദിവസം മുഴുവൻ ഉറക്കം ഒഴിച്ചിട്ടും ഈ ഒരു പഞ്ചായത്തിൽ അധികൃതരും 5000 രൂപയോളം ഫൈൻ കെട്ടിയിട്ടും നാളെ ഞങ്ങൾ ഉറക്കം ഒഴിഞ്ഞാലും ഇത്രത്തോളം ഫൈൻ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ വെറുതെ ഇതിന് കഷ്ടപ്പെടേണ്ട എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ കൈനടി റോഷൻ്റെ എന്നല്ല ഒരു പറമ്പിലും ഒരു ഇല പോലും നനക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് നിങ്ങളോട് ഉത്തരവാദിത്തപ്പെട്ട് പറയാണ്. അതുപോലെ ഈ മാർച്ച് 31 നമ്മുടെ ഈ ഫ്രഷ്കട്ടിൻ്റെ ലൈസൻസ് തീരുമെന്ന് നമുക്കറിയാൻ സാധിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് അങ്ങോട്ടുള്ള പോരാട്ടങ്ങളും സമര പോരാട്ടങ്ങൾ എന്താണെന്നുള്ളതും ഈ ഫ്രഷ്കട്ടിന് ഓശാന പാടുന്ന അധികാരികളും അറിയാൻ പോകുന്നുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ നൽകുന്നത് ഞങ്ങൾക്ക് ജയിലറയായിരിക്കും. നിങ്ങൾ നൽകുന്ന ജയിലറകൾ ഞങ്ങൾ മണിയറയായി സ്വീകരിച്ചുകൊണ്ട്, കയ്യാമങ്ങൾ ഞങ്ങൾ പൂമാല പോലെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ശവപ്പെട്ടിയിൽ അവസാന ആണിയും മടിച്ചിട്ട് ഈ സമരസമിതി പിന്നോട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ വന്ന മുഴുവൻ ആളുകൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞങ്ങൾ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.